മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ ആദ്യ ദിവസം ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാദിഖലി തങ്ങൾ. ആ പേര് മാത്രം മതി കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ. മറ്റ് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഒരു അതിഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം, ആത്മീയ ജീവിതം ഇതൊക്കെ പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരേ സമയം മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ നേതാവ്, കേരളത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഈ രണ്ട് പദവികളിലും അദ്ദേഹം ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ കേരളീയ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം പതിറ്റാണ്ടുകളായി പിന്തുടരുകയും പതിറ്റാണ്ടുകളായി അതിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതേസമയം അദ്ദേഹത്തിൻ്റെ പാണക്കാട് തറവാടിൽ എന്നും കാലത്ത് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ, അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒരുപാട് ആൾക്കാർ പ്രശ്നപരിഹാരത്തിനായി, ഉപദേശത്തിനായി, പ്രാർത്ഥനകൾക്കായി അദ്ദേഹത്തെ സമീപിക്കും. അവരെയെല്ലാം സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ എല്ലാം മറുപടികൾ കൊണ്ട് അവരെ സംതൃപ്തരാക്കി തിരിച്ചയക്കുന്ന ഒരു പാരമ്പര്യവും പാണക്കാട് തങ്ങൾ കുടുംബത്തിനുണ്ട്. അതിൻ്റെ ഏറ്റവും സമ്പന്നമായ പാരമ്പര്യമുള്ള ആ കുടുംബത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവകാശി എന്ന രീതിയിലാണ് സാദിഖലി തങ്ങൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനങ്ങൾ എത്രയൊക്കെ വന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് അതിൻ്റേതായ സ്വാധീനമുണ്ട്, അതിൻ്റേതായ സ്ഥാനമുണ്ട്. ആ പദവിയും ആത്മീയ ആചാര്യൻ എന്ന രീതിയിലുള്ള പദവിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് സാദിഖലി തങ്ങൾ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ച അദ്ദേഹം വളരെ മനോഹരമായി കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയാണ്. ഇത് പറയാൻ കാരണം, സാധാരണ രാഷ്ട്രീയത്തിൽ പറയുമ്പോഴേ പാണക്കാട് തങ്ങൾമാർ അധികം സംസാരിക്കാതെ അതേസമയം വളരെ സജീവമായി അല്ലെങ്കിൽ തിരശ്ശീലക്ക് പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുകയും വളരെ കാര്യമാത്ര പ്രസക്തമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിശേഷണം അർഹിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഭിന്നമായി രാഷ്ട്രീയം നന്നായി സംസാരിക്കുകയും ചിലപ്പോൾ വളരെ ചടുലമായി വളരെ മികച്ച രീതിയിൽ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ് സാദിഖലി തങ്ങളെ നമ്മളെല്ലാം കാണുന്നത്, അടയാളപ്പെടുത്തുന്നതും. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ആത്മീയ ജീവിതവും രാഷ്ട്രീയ ജീവിതവും എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? ഇതേ ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ നേരിടാറുണ്ട്. ഒന്നാമത് എൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ഓർമ്മിക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എൻ്റെ കുടുംബം, എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട്, അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രപിതാമഹന്മാർ, അവരുടെ കാലം തൊട്ട് തന്നെ ജനസേവന മേഖലയിൽ അവരൊക്കെ വളരെ സജീവമായിരുന്നു. അതായത് ഇപ്പോൾ 1920കളിൽ തന്നെ അവർ നേതൃസ്ഥാനത്തുണ്ട്. അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ആ സ്വാതന്ത്ര്യ സമരമൊക്കെ, പ്രത്യേകിച്ച് 1921 കാലഘട്ടത്തിലെ മലബാർ സമര വേളയിലൊക്കെ അവർ ആ സമരത്തോടൊപ്പം ചേർന്ന് നിന്നവരായിരുന്നു. ആ സമര യോദ്ധാക്കൾക്ക് പിന്തുണ പകരാനും അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാൻ എൻ്റെ പ്രപിതാമഹന്മാർ അതിനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് പിന്നീട് എൻ്റെ പിതാവും എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ തന്നെ ആ പൊതുജന സേവന മേഖലയിൽ വന്നിട്ടുള്ളത്. അതേസമയത്തിൽ അവർ ഒപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ സജീവമായിരുന്നു. ഏതാണ്ട് 50 100 വർഷം എന്ന് തന്നെ പറയാം, 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ പിതാവിൻ്റെ പിതാമഹൻ അദ്ദേഹം ഖാദിയായിരുന്നു. പിന്നെ അവിടെ ജനങ്ങൾക്ക് സമുദായത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള
ഖാദി പരമ്പര അലങ്കരിച്ച വ്യക്തിത്വമായിരുന്നു. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ അതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ തുടർച്ച എൻ്റെ പിതാവിലും എത്തി. അങ്ങനെ ഒരു ആത്മീയ മേഖലയിലും വളരെ സജീവമായിട്ട് തന്നെയാണ് അവരൊക്കെ ഉണ്ടായിരുന്നത്. പൊതുവെ അവരൊക്കെ ആത്മീയ നേതാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുമുണ്ട്. അപ്പോൾ ആത്മീയത എന്നുള്ളത്, ഏറ്റവും നല്ല ആത്മീയത എന്നുള്ളത് അത് ജനസേവനം തന്നെയാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക്, ജനങ്ങളോട് നന്മയുടെ ഉപദേശം നടത്തുക. അത് ഖുർആനിൻ്റെ ഒരു താല്പര്യം കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്, നന്മയെ ഉപദേശിക്കുക, തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഖുർആനിൻ്റെ സന്ദേശം. ഖുർആൻ സമൂഹത്തെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഖുർആൻ സമൂഹത്തെ ഉപദേശിക്കുന്നത് നിങ്ങൾ ഏറ്റവും ഉത്തമമായിട്ടൊരു സമുദായം എന്നുള്ള നിലക്കാണ്. നന്മയെ ധരിഷ്ഠമായി ജീവിച്ചുകൊണ്ടും തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമുള്ള ഒരു ഉത്തമ സമൂഹം, അതാണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മാർഗദർശനങ്ങളാണ് ആത്മീയ നേതാക്കൾ കൊടുക്കുന്നതും അതിനു വേണ്ടിയാണ് അവരൊക്കെ തന്നെ പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ മുൻഗാമികളൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർ ആത്മീയ നേതാക്കൾ എന്ന് തന്നെ അറിയപ്പെട്ടു. ഒപ്പം അവർ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയം അവരിൽ വന്നു ചേർന്നതാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനസേവനമാണല്ലോ. നമ്മളിപ്പോൾ പുതിയ അക്കാഡമിക് ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്ര പുനർനിർമ്മാണം എന്നുള്ളതാണ്. രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കുക. ഗാന്ധിജിയുടെ ആത്മീയത അതാണല്ലോ. ഗാന്ധിജിയൊക്കെ നൽകിയ സന്ദേശം, അതുപോലെ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ നൽകിയ സന്ദേശം എന്നുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. അവരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ആ കാര്യത്തിന് തന്നെയായിരുന്നു. നെഹ്റു പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം വിവിധ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചു. അത് അവിടുത്തെ കാഴ്ച കാണാൻ പോയതായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള ധാന്യങ്ങൾ, അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ, അതൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയുള്ള പണം സമ്പാദിക്കാൻ സാമ്പത്തികമായിട്ടുള്ള സഹായം തേടിക്കൊണ്ടാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ആ കാലത്ത് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ പട്ടിണി അത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമായിരുന്നല്ലോ. അപ്പോൾ ആ പട്ടിണിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക, അത് തന്നെയാണ് യഥാർത്ഥ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവരെല്ലാവരും. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ വിഭവ സമ്പത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുതന്നെയാണ് പുതിയ കാലഘട്ടത്തിലെയും രാഷ്ട്രീയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ എപ്പോഴും മുസ്ലിം ലീഗിനെ കുറിച്ച്, അല്ലെങ്കിൽ മൊത്തത്തിൽ കേരളത്തിലെ, അല്ലെങ്കിൽ ഏത് ഇന്ത്യ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണെന്ന് വിമർശിക്കുന്നവരുണ്ട്. താങ്കളൊരു ആത്മീയ ആചാര്യനാണ്, രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അപ്പോൾ ഈ മതവും രാഷ്ട്രീയവും, അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ ചില ഘടകങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതെന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ മതവും രാഷ്ട്രീയവും അതിനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മയിലിപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടും പ്രകടമായിട്ടും കടന്നു വരിക പോപ്പാണ്, മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്, വത്തിക്കാൻ്റെ ഭരണാധികാരിയാണ്. അതേ അവസരത്തിൽ അദ്ദേഹം ക്രിസ്തീയ സഭയുടെ നേതാവുമാണ്. ഒരു വലിയ കാത്തോലിക്കൻ സഭയുടെ അവസാന വാക്കാണ്. മാർപ്പാപ്പ സംബന്ധിച്ചുള്ള അദ്ദേഹം വത്തിക്കാൻ എന്നുള്ള ആ രാജ്യം, ആ രാജ്യത്തിൻ്റെ രജിസ്ട്രേഷൻപരമായിട്ടുള്ള കാര്യങ്ങൾ, ജുഡീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എക്സിക്യൂട്ടീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ട്. അദ്ദേഹം അതിലൊക്കെ ഇടപെടുന്നുണ്ട്. അതേ അവസരത്തിൽ അദ്ദേഹം ഏറ്റവും വലിയ മത നേതാവുമാണ്. ലോകത്തിലൊരു വലിയ സമൂഹത്തിൻ്റെ ആത്മീയ നേതാവായിട്ടാണ്. പക്ഷെ അവിടെയൊന്നും ഒരു ഏറ്റുമുട്ടൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മാർപ്പാപ്പ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഫലസ്തീനിലെ ജൂത കയ്യേറ്റത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ അദ്ദേഹം പറയുകയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ട കാര്യങ്ങൾ, ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അവിടെ ഒന്നും മതപരമായിട്ടുള്ള വിശ്വാസമോ മതപരമായിട്ടുള്ള മറ്റ് രീതികളോ അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. അപ്പോൾ ആത്മീയതയും അതുപോലെ തന്നെ രാഷ്ട്രീയ മേധാവിത്വം തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു മതപ്രബോധകൻ മാത്രമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമം മാത്രമായിരുന്നു. ആ മതപ്രബോധനത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വം കൊടുത്തു, സൈനികമായിട്ടുള്ള നേതൃത്വം കൊടുത്തു,
സാംസ്കാരികമായിട്ടുള്ള നേതൃത്വവും മാർഗദർശനവും നൽകി. അതുപോലത്തെ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തി. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന മതം എന്നുള്ളത് ഇതെല്ലാം കൂടി ചേർന്നതാണ്. അല്ലാതെ മതത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ അകറ്റി ഒരു ഏകാന്തവാസം വസിച്ചവരായിരുന്നില്ല. അദ്ദേഹം അവിടുത്തെ അറേബ്യൻ സമൂഹത്തിൻ്റെ, അറേബ്യൻ പെൻസിയുടെ നേതാവായിരുന്നല്ലോ ആ കാലത്ത്. മക്കയും മദീനയും അതുപോലെ തന്നെ ഏതാണ്ട് മധ്യേഷ്യൻ ഭാഗങ്ങളിലേക്ക് വരെ ഇസ്ലാമിൻ്റെ പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം മദീന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക രാഷ്ട്രം, അതിൻ്റെ അധിപനായിരുന്നു അദ്ദേഹം. ആ രാഷ്ട്ര സ്ഥാനം അലങ്കരിക്കുമ്പോൾ തന്നെ സജീവമായി മതപരമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടു, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു, ജനങ്ങളെ നല്ല നിലയ്ക്ക് വേണ്ടി ഉപദേശങ്ങൾ കൊടുത്തു. അവിടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ആരും പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഒരു സമ്പൂർണ്ണമായൊരു സോഷ്യലിസം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ മതപ്രബോധനത്തിലൂടെ നൽകിയത് എന്നുള്ളതാണ്. സമ്പത്ത് പിടിച്ചു വെക്കാനുള്ളതല്ല, മറിച്ച് സമ്പത്ത് അത് നിരന്തരമായിട്ട് സമൂഹത്തിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുക. സമൂഹത്തിൻ്റെ ഒരു ചാലക ശക്തിയാണ് സമ്പത്ത്. അതിനെ ആരെങ്കിലും കുന്നുകൂട്ടി വെച്ച് അവരെ അവരുടെ ഖജനാവിൽ സൂക്ഷിച്ച് പൂഴ്ത്തിവെപ്പ് നടത്തി അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല സമ്പത്ത്. മറിച്ച് ഈ സമ്പത്ത് പാവപ്പെട്ടവർക്കും അതിൽ അവകാശമുണ്ട്, സമൂഹത്തിൽ എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. ആ അവകാശികളിലേക്ക് ആ സമ്പത്ത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിലക്കുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് ഏറ്റവും വലിയ രാഷ്ട്രീയമായിരുന്നു. എന്നതുപോലെ തന്നെ സൈനികമായിട്ടും അദ്ദേഹം നേതൃത്വം കൊടുത്തു. സാമൂഹ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുക്കുകയായി. അപ്പം മതവും രാഷ്ട്രീയവും ഏറ്റുമുട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് നമ്മൾ വത്തിക്കാൻ മുതൽ പ്രവാചകൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോഴും കേരളം എന്നുള്ള ഒരു പശ്ചാത്തലം, ഒരു ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് ചിലപ്പോഴെങ്കിലും ഒരു ആത്മസംഘർഷം അനുഭവപ്പെട്ടിട്ടുണ്ടോ? കാരണം ഞാനിത് പറയുന്നത് ചിലപ്പോൾ താങ്കൾ മുസ്ലിം ലീഗ് കുറേ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയത്തെയും സമൂഹത്തെയും കാണുന്നുണ്ട്. പക്ഷേ താങ്കൾ കൂടി ഉൾപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സമസ്ത പോലെയുള്ള സംഘടനകളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില യാഥാസ്ഥിതിക നിലപാടുകൾ, അത് രണ്ടും എങ്ങനെയാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്? അതൊരു സംഘർഷം, മാനസികമായൊരു സംഘർഷം ഉണ്ടാക്കാറുണ്ടോ? അത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും കൂടുതലായിട്ടും അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം മത സംഘടനകൾക്കുണ്ട്. മതത്തിലെ ആത്മീയ നേതൃത്വം ഉണ്ടല്ലോ, മത പണ്ഡിത നേതൃത്വം, അവർ ആ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടെ സമൂഹത്തോട് സംവദിക്കാറുണ്ട്. അതിലേക്ക് മുസ്ലിം ലീഗ് ഒന്നും ഇറങ്ങിച്ചെല്ലാറില്ല. മതപരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, മതപരമായിട്ട് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള അവരുടെ രീതിശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും മുസ്ലിം ലീഗ് ഇടപെടാറില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൻ്റെ ഭാവിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി വളരെ അനിവാര്യമാണ്. അതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവായിരുന്ന ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം ആണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾക്കും ഇവിടെ നിലനിൽപ്പ് വേണം. പിന്നെ പ്രത്യേകിച്ച് വിഭജനത്തിൻ്റെ കാലത്ത് ഒരുപാട് പേര് ഇവിടുന്ന് പോയി പാകിസ്ഥാനിലേക്ക് പോയല്ലോ. ഇവിടെ ഉള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിൻ്റെ അഭാവം വന്ന് വല്ലാതെ ഉണ്ടായിരുന്നു. കാരണം അധികം മുസ്ലിം നേതാക്കളും പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ മുസ്ലിം അഭാവം ഇവിടെ ഉണ്ടായപ്പോൾ അവിടേക്കാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടെ രാഷ്ട്രീയമായിട്ട് നമ്മൾ സംഘടിക്കണം. ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്, ഇന്ത്യയുടെ മതേതരത്വ പാരമ്പര്യമുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അവിടെ ജീവിക്കേണ്ടതായിട്ടുള്ള മര്യാദകളുണ്ട്. ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കണം. അദ്ദേഹം അതിന് പല ഉദാഹരണവും പറഞ്ഞു. ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും, പല ലോകരാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ അധികാരവർഗവും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളുടെ അസംതൃപ്തി പല രാജ്യങ്ങളിലും കാണാറുണ്ട്. അവിടെ അതിൽ പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ഒരു തരം മിലിറ്റൻ്റ് സ്വഭാവത്തോടെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഒളിപ്പോരാട്ടങ്ങളിലൂടെയും ഗറില്ല പോരാട്ടങ്ങളിലൂടെയും ബോംബ് നിർമ്മാണം, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, ഇതിലൂടെയായിരുന്നു പലപ്പോഴും ന്യൂനപക്ഷങ്ങൾ അവിടെ പ്രതികരിച്ചിരുന്നത്.
അതിൻ്റെയൊക്കെ അന്ത്യം എന്തായിരുന്നു വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ അരുക്കാക്കപ്പെടുക എന്നുള്ളതായിരുന്നു. അത് പിന്നെ അധികാരിവർഗത്തോട് ഏറ്റുമുട്ടാനുള്ള ഒരു മേധാശക്തിയോ അല്ലെങ്കിൽ സൈനിക ആയുധശക്തിയോ ഒന്നും ഇത്തരത്തിലുള്ള ഗറില്ല ഗ്രൂപ്പുകൾക്ക് ഉണ്ടാകാറില്ലല്ലോ. അവിടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധങ്ങൾ രാജ്യത്തിൻ്റെ സേനയ്ക്കുണ്ടാവും. അതേ സ്വരത്തിൽ ഇത്തരം വെളിപ്പോരാളികൾക്കുണ്ടാവുക തേഞ്ഞു മാഞ്ഞു പോയ ആയുധങ്ങളായിരിക്കും. അതുകൊണ്ടൊന്നും ഇതിനെ നേരിടാൻ അവർക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ അവരൊക്കെ ഒറ്റപ്പെട്ട് ചിന്നി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അതൊന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ അധികാരവർഗത്തോട് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കണം. ജനാധിപത്യ രീതിയിൽ അവർ സംഘടിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം, അതിനുവേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കണം എന്നാണ് കായികമില്ലത്ത് പറഞ്ഞത്. അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ലൈനും. അപ്പോൾ ആ രാഷ്ട്രീയമായിട്ടൊരു ഇച്ഛാശക്തി ഇവിടെ നിലനിൽക്കുമ്പോൾ മാത്രമേ സമുദായത്തിൻ്റെ നാനാവിധത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സമുദായത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, സമുദായത്തിന് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അതുപോലെ സാമൂഹികപരമായി സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി, മേധാശക്തി ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ജനാധിപത്യ മര്യാദകളെ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ഈ നമ്മൾ നേരത്തെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞ സമസ്തയുടെയും സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അവർ നേതൃ പദവികളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ചരിത്രത്തിൽ ഇന്ന് വരെ നിയമസഭയിലേക്ക് ഒരു വനിതയെ അയക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മയിൽ ആദ്യം കമറുന്നിസ അൻവർ സ്ഥാനാർത്ഥിയായിരുന്നു. 10-20 വർഷത്തിന് ശേഷം നൂർബിന റഷീദ് കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചു. രണ്ടും മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. പക്ഷേ അവർ പരാജയപ്പെട്ടു. അത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ അണികളിലോ അല്ലെങ്കിൽ സമുദായത്തിലോ ഉള്ള യാഥാസ്ഥിതിക വിഭാഗം വനിതകൾ അങ്ങനെ മുന്നോട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നാണോ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്? അത് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വനിതകളെ നിർത്തിയിട്ടുണ്ട്. പലരും ആരോപിക്കാറുണ്ട് മുസ്ലിം ലീഗ് വനിതകളെ നിർത്താറില്ല എന്ന്. നിങ്ങൾ പറഞ്ഞ പോലെ കമറുന്നിസ അൻവറിനെ നിർത്തി. അവർ നേരത്തെ അവരെ ജില്ലാ പഞ്ചായത്തിലേക്ക് നിർത്തി മുസ്ലിം ലീഗ് വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നൂർബിന റഷീദിനെയും മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിക്കുക. അത് ജയപരാജയങ്ങളാണ്. അത് രാഷ്ട്രീയത്തിൽ വരുന്ന ജയപരാജയങ്ങൾ എന്നതിലപ്പുറത്ത് അതിന് മറ്റെന്തെങ്കിലും മാനം ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതേ അവസരത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ വനിതകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതകൾ എത്രയോ ഭൂരിപക്ഷത്തിന് ആ ഭാഗങ്ങളിലൊക്കെ ജയിച്ചിട്ടുമുണ്ട്. പിന്നെ ജനങ്ങളാണല്ലോ ആരെയാണ് ഇഷ്ടപ്പെടുക, അവർക്ക് ആരെയാണ് ഇഷ്ടം അവർ തിരഞ്ഞെടുക്കും, അത്രയേ ഉള്ളൂ. ജയപരാജയങ്ങളെക്കുറിച്ച് അങ്ങനെ വിലയിരുത്തിയാൽ മതി. പക്ഷേ ലീഗിൻ്റെ 2 നല്ല സിറ്റിംഗ് സീറ്റുകളിലാണ് ഈ പരാജയം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത്. എന്തായാലും ആ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് തങ്ങൾ തന്നെ നേരത്തെ ഒരു എവിടെയോ പറഞ്ഞ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്, ഇത്തവണ കുറേ കൂടി പുതുമുഖങ്ങളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ, സ്ത്രീകളെയൊക്കെ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആലോചനകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ടോ? നിങ്ങൾ ഈ വനിതകളുടെ പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും ശക്തയായ വനിതയായിട്ട് നമ്മൾ ഇന്ത്യക്കാർ കാണുന്നത് ആരെയാണ്? ശ്രീമതി ഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധി. അവരും തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വിലയിരുത്തിയാൽ മതി. ജയപരാജയങ്ങൾ ജനങ്ങൾ നിശ്ചയിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് വനിതകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പിന്നെ സംവരണം ഉണ്ടല്ലോ. അപ്പോൾ ആ സംവരണ സീറ്റുകളിൽ ഞങ്ങൾ വനിതകൾ ജയിപ്പിച്ചിട്ടുണ്ട്. ഇനി സംവരണമില്ലാത്ത ജനറൽ സീറ്റിലും വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും അവർക്ക് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈയിടെ ഏറ്റവും വലിയൊരു വിവാദം, അല്ലെങ്കിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുൻ MLA ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ള ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഏതോ ഒരു പൊതുയോഗത്തിൽ വെച്ച് പറഞ്ഞതാണ്, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് അദ്ദേഹം കുറേ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയ എതിരാളികളും അല്ലെങ്കിൽ സമുദായത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുമൊക്കെ അതൊരു വലിയ ഒരു ക്യാമ്പയിനായി കൊണ്ടു നടക്കുന്നുണ്ട്. മതമാണോ പ്രശ്നം? ഷാജി ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു
രീതി അത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. തൻ്റെ വിശ്വാസത്തെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു യഥാർത്ഥ മതവിശ്വാസി എല്ലാവരെയും അംഗീകരിക്കുന്നു, എല്ലാവരോടും സഹോദര തുല്യമായ രീതിയിലുള്ള ഒരു സഹജീവി സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ്. അപ്പോൾ മതം എന്നത് ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണത്തിൽ അതൊരു ശുശ്രൂഷയാണ്. അത് സാമൂഹ്യമായിട്ടുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ് മതം എന്നുള്ളത്. അപ്പോൾ അതിനെ മാറ്റി നിർത്താൻ ഒരു മുസൽമാന് സാധിക്കുകയില്ല. ഇപ്പോൾ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, മതം അദ്ദീനു നസീഹ എന്ന് പറയുന്നത്, അതായത് മതം എന്നുള്ളതൊരു ഗുണകാംക്ഷയാണെന്നുള്ളതാണ്. ഗുണകാംക്ഷ മനോഭാവത്തോടെ അല്ലാതെ ഒരു മുസൽമാന് ജീവിതമില്ല, പെരുമാറാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എനിക്കിപ്പോൾ എൻ്റെ വിശ്വാസം ഉണ്ടാവും, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതേ അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് തരേണ്ടത് ഒരു മുസ്ലിമായ എൻ്റെ കടമയാണ്. നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ഒരിക്കലും കൈയിട്ട് വരാൻ പാടില്ല. നിങ്ങളുടെ ആരാധന രീതികൾ, അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ ഇതെല്ലാം സുഗമമായി നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് തടഞ്ഞു നിർത്താനുള്ളൊരു അവകാശം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേ അവസരത്തിൽ അത് മതനിരാസവുമല്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് മതത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നവരെന്താണ്? അവരാഗ്രഹിക്കുന്ന മതനിരാസമാണ്. രാഷ്ട്രീയത്തിൽ മതം പാടില്ല എന്നുള്ളതാണ്. അതല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഗുണകാംക്ഷയോടെയുള്ള പ്രവർത്തനത്തിന് നമ്മെ അത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമല്ല. അല്ല, ഞാൻ ഈ ഷാജിയുടെ പ്രസംഗം ഒന്ന് കോട്ട് ചെയ്തത് അതൊരു വേറെ രീതിയിൽ എതിർ പ്രചരണം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ഈ പ്രചരണത്തോടൊപ്പം തന്നെ പറയുന്നത്, ചില സാമുദായിക സംഘടനകളുടെ, മുസ്ലിം ലീഗല്ല അല്ലെങ്കിൽ സമസ്തയോ അതുപോലെയുള്ള സംഘടനകളല്ല, മറ്റ് ചില സംഘടനകളിൽ ഇസ്ലാമിക രാജ്യം വേണം, ഇസ്ലാമിക ഭരണം വേണം. അപ്പോൾ ആ മതമാണ് പ്രശ്നമെന്നും ഇസ്ലാമിക ഭരണം വരണമെന്നും ഒക്കെ പറയുന്ന ഈ വാചകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു നെറേറ്റീവ് വരുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെയും അല്ലെങ്കിൽ അതേപോലെയുള്ള സംഘടനകളുടെയൊക്കെ നേതാക്കൾക്ക് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി കാണുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് തീവ്രവാദ സംഘടനകൾ അത് തന്നെയാണ് പറയുന്നത്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഷാജിയുടെ പ്രസംഗത്തിലായാലും മതത്തിന് വേണ്ടി പറയുമ്പോൾ അതൊരിക്കലും തീവ്രവാദമായൊരു ലൈനിലേക്കല്ല അത് കൊണ്ടുപോകുന്നത്. തീവ്രവാദി വിഭാഗം കൂടെ വേറെയുണ്ട്. ആ തീവ്രവാദി വിഭാഗത്തിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകണം എന്നാണ് പറയുക. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഇന്ത്യ എന്നുള്ളൊരു ബഹുസ്വര സമൂഹത്തിൻ്റെ രാജ്യമാണ്. ഇവിടെ എല്ലാ മതത്തിനും പ്രവർത്തിക്കാനും അവരെ പ്രോപ്പഗേറ്റ് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അതിനെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ തീവ്രവാദത്തിലൂടെ മുസ്ലിങ്ങൾ മാത്രം വരണം, ബാക്കിയുള്ളവർ ഇവിടുന്ന് പോകണം എന്നുള്ള ആ നിലപാടൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന് ഞങ്ങൾ എന്ന് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും ഏറെ എതിർത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം വാസ്തവത്തിൽ മുസ്ലിം ലീഗാണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ തന്നെ ഞാൻ SKSF-ൻ്റെ പ്രസിഡൻ്റായിരുന്നു. സുന്നി വിദ്യാർത്ഥി സംഘടന. അപ്പോൾ ആ കാലത്താണ് ഇവിടെ ചില പുകമറകൾക്ക് നിന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ചിലരൊക്കെ മുന്നോട്ട് വന്നത്. അവർ ഇങ്ങനെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ആളുകളെ വിളിച്ചു ചേർത്ത് അങ്ങനെ ഓരോ ഉപദേശം കൊടുക്കുകയും ഓരോരോ ക്ലാസ്സുകൾ കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. സാമുദായിക നേതാക്കളോടും രാഷ്ട്രീയ നേതാക്കളോടും നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇങ്ങനെ ചില നീക്കങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്, അതിനെ കരുതിയിരിക്കണമെന്ന്. അപ്പോൾ അത് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അന്ന് UDF-ൻ്റെ ഭരണമുള്ള കാലത്താണ്. അന്ന് മന്ത്രിമാരൊക്കെ ഞങ്ങൾ വേണ്ടി ശ്രദ്ധയപ്പെടുത്തി. അവർക്ക് മനസ്സിലായി. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും അത് ഉൾക്കൊണ്ടു. മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ തന്നെ അത് ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. കേരളത്തിലെ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്നുള്ളത് നമ്മൾ എല്ലാ വിഭാഗങ്ങളുമായിട്ടും സൗഹൃദത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. സഹവർത്തിത്വമാണ്. ഒരു സമുദായത്തിന് മാത്രം ഇവിടെ പുരോഗതി പ്രാപിക്കാം. ഒരു സമുദായത്തിന് ഒറ്റയ്ക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരാനോ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനോ കഴിയുകയില്ല. മറിച്ച് സഹവർത്തിത്വത്തോടെ, സാമൂഹികമായിട്ടുള്ള സഹവർത്തിത്വം, രാഷ്ട്രീയമായിട്ടുള്ള സഹവർത്തിത്വം, സാംസ്കാരികമായിട്ടുള്ള ഒത്തുചേരൽ, ഇതിലൂടെയൊക്കെ തന്നെ ഒരു സമുദായത്തിന് മുന്നേറാൻ കഴിയുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വളരെയേറെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ.
കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് ഞങ്ങളോട് പറയാറുള്ളത്. ഞങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കേരളത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ്, അവിടെ മുസ്ലിങ്ങൾക്ക് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികൾ പോലും നടത്തുന്നുണ്ട്, പ്രൊഫഷണൽ മേഖലയിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലും നല്ല പഠനം അവർക്കുണ്ടായിട്ടുണ്ട്, നല്ല നല്ല കോളേജുകൾ അവർക്കുണ്ട്, ഈ രീതിയിലൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? എല്ലാ സമൂഹങ്ങളുടെയും പിന്തുണ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. ഒരു സഹവർത്തിത്വ മനോഭാവത്തോടെ മറ്റുള്ളവരുമായി നമ്മൾ സഹകരിച്ചപ്പോൾ അവരും അതിന് ചേർന്ന് നിന്നു എന്നുള്ളതാണ്. എല്ലാ സമൂഹങ്ങളും ഇവിടെ ഒറ്റക്കെട്ടായി മുസ്ലിങ്ങളോട് ചേർന്ന് നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. അതിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? മുസ്ലിം ലീഗ് ഏറ്റവും വലിയ മതേതര കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് മതേതരത്വപരമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനിവിടെ നല്ല ഒരു അടിവേരുണ്ട്, സമുദായത്തിൽ നല്ല അടിവേരുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ദൂരെ നിന്ന് കേരളത്തെ വീക്ഷിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും ഈ ഒരു നിലപാടിനെ അല്ലെങ്കിൽ ലീഗിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും, അതേപോലെ അതിന് അനുബന്ധമായോ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയെന്ന പോലെ ആണ് പിന്നീട് മന്ത്രി സജി ചെറിയാൻ ചില പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം അത് പിന്നീട് അത് തിരുത്തിയെങ്കിലും ആ തിരുത്തൽ പോലും വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്, രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ദൂരെ നിന്നുള്ളവർ കാണുന്നത് വെള്ളാപ്പള്ളിയെപ്പോലെ അടുത്തു നിന്നുള്ളവർ കാണുന്നില്ലേ? അടുത്ത് നിന്നായാലും ദൂരെ നിന്നായാലും കണ്ണ് തുറന്നു നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ദൂരെ നിന്നാണെങ്കിലും കണ്ണടച്ച് ഇരുട്ടാക്കി നോക്കിയിട്ട് വലിയ കാര്യമില്ലല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്. ശരിക്കും കണ്ണ് തുറന്നു നോക്കിയാൽ എന്താണ് യാഥാർത്ഥ്യം എന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ അവർക്ക് തിരിച്ചെടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ സ്ത്രീകളുടെ പൊതുരംഗത്തേക്ക് വരവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരത്തെ വിട്ടുപോയതാണ്. അതിൻ്റെ അനുബന്ധമായിട്ട് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ള കുറേ വനിതകളൊക്കെ കുടുംബ യോഗങ്ങളിലോ അല്ലെങ്കിൽ കുടുംബ സദസ്സുകളിലോ കൂട്ടായ്മകളിലോ ഒക്കെ അവിടുത്തെ സ്ത്രീകൾ നേതൃത്വം വഹിച്ചതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരാരും രാഷ്ട്രീയ രംഗത്തേക്കോ അങ്ങനെയുള്ള സജീവമായ പൊതുവേദികളിലേക്കോ വന്നിട്ടില്ല. അതിനെന്തെങ്കിലും വല്ല കാരണങ്ങളുണ്ടോ? രാഷ്ട്രീയത്തിൽ ഞങ്ങൾ തന്നെ ഉണ്ട്, അവിടെ ആളുകൾ തന്നെ അതിനകത്ത് തികഞ്ഞവരുണ്ട്. തൽക്കാലം അവർ മറ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ പോകാറുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളതുണ്ട് എന്നാണ് ഞാൻ അന്വേഷിച്ചത്. ഭാവിയിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഭാവിയിൽ എങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അതിനനുബന്ധമായിട്ട് തന്നെ ഒന്നും കൂടി ചോദിക്കാം. അതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്, താങ്കളുടെ സഹോദരൻ്റെ മുനവർ അലി തങ്ങളുടെ മകൾ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു, പള്ളിയിൽ പോകുന്നതിന് ഇവിടെ ചില പ്രതിബന്ധങ്ങൾ ഉണ്ട്, കേരളത്തിലും ഉണ്ട് എന്ന്. പിന്നീട് അത് മുനവർ അലി തങ്ങൾ തന്നെ ഒരു ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ട് അതിനെ ഒരു ചെറിയൊരു ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് തന്നെയാണോ താങ്കളുടെ നിലപാട്? അല്ല, അത് ആ സമയത്ത് പിന്നെ അവസരത്തിനൊത്തൊരു ചോദ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ആ കുട്ടി എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നിരുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ അനവസരത്തിലൊരു ചോദ്യം ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ ആ കുട്ടി ആ ഒരു രീതിയിലൊരു മറുപടി കൊടുത്തു എന്നുള്ളത്. അതല്ല, ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടൊന്നും കൊടുത്ത മറുപടി ആയിരുന്നില്ല. അപ്പം മുനവർ അത് മനസ്സിലാക്കിയപ്പോൾ മുനവർ അലി അത് തിരുത്തി എന്നുള്ളതാണ്. അതിന് കൂട്ടിച്ചേർക്കാൻ എന്തൊക്കെ ഉണ്ടോ? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ? അതിപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ചില രീതികളുണ്ട്. അപ്പോൾ ആ രീതികൾ ചിലപ്പോൾ നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരുമല്ലോ, അത്രേ ഉള്ളൂ. ആ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തീർക്കാവുന്നൊരു വിഷയമല്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഞാനത് പറയാത്തത്. നമുക്ക് വീണ്ടും വർത്തമാന രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇലക്ഷൻ വരാൻ പോവാണ്. ഇനി ഒരു 3 മാസമേ ഉള്ളൂ. ലീഗ് ഏതാണ്ടൊരു ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ 10 വർഷത്തോളമായി മുസ്ലിം ലീഗ് അധികാരത്തിന് പുറത്താണ് കേരളത്തിൽ. കേന്ദ്രത്തിലും സമാനമാണ് സ്ഥിതി. ഇനി ഒരു 5 വർഷം കൂടി അവിടെ ഒന്നും നോക്കാനില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 10 വർഷം ലീഗിന് അധികാരമില്ല, ശരി തന്നെയാണ്.
ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 10 വർഷവും അധികാരത്തിലില്ലാതിരുന്നിട്ടും ഈ 10 വർഷം ലീഗ് കൂടുതൽ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. അധികാരത്തിൻ്റെ ഒരു ത്രിവർണ്ണ പതാക വഹിച്ചുകൊണ്ടുള്ള ഒരു രീതി 10 വർഷമായിട്ട് ഞങ്ങൾക്കില്ല. അതായത് അധികാര പദവികൾ അങ്ങനെയാണല്ലോ, അധികാരത്തിൻ്റെ ഒരു ശീതളച്ഛായ ഇല്ല. അധികാരത്തിൻ്റെ ശീതളച്ഛായ എന്ന് പറയാം. അതായത് കൊടി വെച്ച കാറ് പോകുമെന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രകടനപരത, അതില്ല. അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ നമുക്കൊരു സ്വാധീനവുമില്ല. പക്ഷെ എന്നിട്ടും ലീഗിനിപ്പോൾ കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് നല്ല വളർച്ചയാണുള്ളത്. ലീഗിൻ്റെ ഏത് പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുന്നു, അതിനെ വലിയ തോതിൽ അതിനെ വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗ് പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും, ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു ഫണ്ട് പ്രഖ്യാപനം നടത്തുകയുണ്ടായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം. അത് വലിയ വിജയമാണ് ഉണ്ടാക്കിയത്. സാധാരണഗതിയിൽ ഫണ്ട് ഒക്കെ പറയുക, ആരെങ്കിലും ബക്കറ്റ് ഒരു പേരിന് ബക്കറ്റ് കാണിച്ച് പൈസ ഇടും, ഫണ്ടുകൾ വേറെ രീതിയിലായിരിക്കും വരിക. എന്നാൽ ഞങ്ങളത് അതല്ല, ഞങ്ങളത് പിന്നെ ഡിജിറ്റൽ ഫണ്ടിങ് ആയിരുന്നു, വളരെ പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫണ്ടിങ് ആണ്. അത് നല്ല ഒരു വിജയത്തോടെ നമുക്ക് കോടിക്കണക്കിന് രൂപ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. ഒക്കെ തന്നെ പിന്നതാണ് പിന്നെ ബാങ്ക് അക്കൗണ്ടിങ് കൂടി തന്നെയാണ്, ഒരു ഒളിയോ മറവോ ഒന്നുമില്ല. പിന്നെ വയനാട് ഫ്രണ്ട്, വയനാട്ടിൽ മുസ്ലിം ലീഗ് പിന്നെ അവിടെ ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ ഉരുൾപൊട്ടലിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഫണ്ട് പ്രഖ്യാപിച്ചു. ഇന്ന് അവർക്ക് ഇവിടെ നമ്മൾ 100 വീടുകൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലും ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിൽ അപ്പുറത്ത് പണം സമ്പാദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയുടെ ഏത് പദ്ധതിയും വിജയിപ്പിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം, മുസ്ലിം ലീഗ് ദേശീയ പാർട്ടിയാണ് നമുക്കറിയാം. പക്ഷെ എന്തായാലും മുസ്ലിം ലീഗിനായാലും CPM ദേശീയ പാർട്ടിയാണ്. പക്ഷെ അതിനൊക്കെ വളർത്താൻ കേരളത്തിൽ നിന്ന് ആൾക്കാർ വരണം. ചെലവ് നടക്കണമെങ്കിൽ ചെലവ് ഇടുന്ന നടത്തേണ്ടി വരും. ഇപ്പം എന്നതുപോലെ തന്നെ ആ ഡൽഹിയിൽ നല്ലൊരു ആസ്ഥാന മന്ദിരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിനൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകന്മാരാണ് അതൊക്കെ സഹായിച്ചത്. അപ്പോൾ പാർട്ടിയോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ. ഇതിനൊക്കെ തന്നെ പാർട്ടിയിൽ അണികൾ കൂടിയിട്ടുണ്ട്, പാർട്ടിയിൽ പ്രവർത്തകന്മാർ കൂടിയിട്ടുണ്ട്. പാർട്ടിയുടെ ഇപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ നല്ല വിജയം ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ പറ്റി. മലപ്പുറം ജില്ലയിൽ ആണല്ലോ മുസ്ലിം ലീഗ് കുറച്ച് ശക്തിയുള്ളത്. അവിടെ പ്രതിപക്ഷമില്ലാതെ തന്നെ മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ 5-10 കൊല്ലം ഇവിടെ അധികാരം ഉണ്ടായിട്ടുകൊണ്ടല്ല, അധികാരത്തിലുള്ളവർക്ക് തന്നെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അധികാരം ഇല്ലാത്ത ഞങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനൊരു പ്രശ്നമല്ല. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളാണ്, മുസ്ലിം ലീഗിൻ്റെ ആക്ടിവിറ്റീസാണ് മുസ്ലിം ലീഗിനോടൊപ്പം ജനങ്ങളെ ചേർത്ത് നിർത്തുന്നത്. ആ ആക്ടിവിറ്റീസുമായി ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിൻ്റെ നല്ല ഫലങ്ങൾ, റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുവാൻ പറ്റും. തങ്ങളിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നല്ല വിജയമാണ്. പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തൊക്കെ പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരു വിജയമാണ് നേടിയത്. അതേപോലെ ചില വിഷയങ്ങളിൽ, പലസ്തീൻ ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങളിൽ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഒരു സൗഹൃദ വേദി പോലെയുള്ള കൂട്ടായ്മകൾ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഘടനകളും അതിൽ ചേർന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രത്യേക ഒരു മിഷൻ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ പല സംഘടനകളും ലീഗിനോടുള്ള സൗഹൃദത്തിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായ ചില അസ്തിത്വങ്ങൾ തേടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പല സംഘടനകളും, മുസ്ലിം സംഘടന. അതിന് എന്താ ആശയപരമായ ഭിന്നതകളാണോ അല്ലെങ്കിൽ അതാത് നേതൃത്വങ്ങളുടെ ഈഗോ ഇഷ്യൂ ആണോ പ്രധാനം? ഓരോ സംഘടനകൾക്കും അവരവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ടാവുമല്ലോ. ഒരു സംഘടനയും മറ്റൊരു സംഘടനയുടെ പിന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തരും മാത്സര്യമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് സംഘടനാ രംഗത്ത് നല്ല മാത്സര്യം ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില നീക്കുപോക്കുകളൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ അതൊന്നും അടിസ്ഥാനപരമായിട്ട് അതൊരു ദീർഘകാലത്തേക്കുള്ളൊരു ഭിന്നതയിലേക്കൊന്നും അത് വഴി തെളിയിക്കുന്നില്ല. എന്തെങ്കിലും ഭിന്നതകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനൊക്കെ തീർക്കും. മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല, ഇന്നിപ്പോൾ എല്ലാ സമുദായങ്ങളുടെയും യോജിപ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മുസ്ലിം ലീഗിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ 2 വർഷം മുമ്പ് കേരളത്തിൽ ഒരു സൗഹൃദ സന്ദേശയാത്ര നടത്തുകയുണ്ടായി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കാസർഗോഡ് നിന്ന് ആണ് അതിൻ്റെ. താങ്കൾ പ്രസിഡന്റ് ആയതിനു ശേഷം ചെയ്ത ഏറ്റവും വലിയൊരു ഒരു മൂവ്മെൻറ്റ് അതായിരുന്നു എനിക്ക് തോന്നുന്നു. എല്ലാ ജില്ലകളിലും ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അതാണ് ഞങ്ങൾ ആ സമയത്ത് എല്ലായിടത്തും പോയി. എല്ലായിടത്തും എല്ലാ വിഭാഗം ആളുകളും ചേർന്നു, മുസ്ലിംകളെ മാത്രമല്ല. ചിന്മയ മിഷൻ്റെ
അധിപൻ പിന്നെ മംഗലാപുരത്തെ ദക്ഷിണ കന്നഡ മേഖലയിലും കാസർഗോഡൊക്കെ അതിൽ ഉൾപ്പെടും. അവിടുത്തെ ഒരു അധിപനായി അദ്ദേഹമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് വാസ്തവത്തിൽ ആ യാത്രക്ക് ഒരു അജണ്ട ഉണ്ടാക്കി തന്നത് എന്നുള്ളതാണ്. ഞങ്ങളൊരു ആശങ്ക ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സംഭവം. അപ്പോൾ ഇത് എങ്ങനെ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ ആശങ്കിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ മലപ്പുറത്തേക്കാണ് ഉറ്റുനോക്കാറുള്ളത്. മലപ്പുറത്ത് നിന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു വാക്ക് വരും, അപ്പോൾ ആ വാക്ക് മതി കേരളം സമാധാനത്തിലേക്ക് എത്തും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാർശനികമായിട്ടുള്ള ഒരു അഭിപ്രായപ്രകടനം അത് ഞങ്ങൾക്ക് വലിയ ആവേശം പകരുകയുണ്ടായി. പിന്നീടുള്ള യാത്രയിലൊക്കെ അത് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അത് ഞങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. കാരണം അവിടെ സ്വാമിമാരുണ്ട്, അച്ഛന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്, സാമൂഹ്യ മതമേലധ്യക്ഷന്മാരുണ്ട്. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഓരോ ജില്ലയിലും ഞങ്ങൾ എത്തിയത്. അവിടെയൊക്കെ തന്നെ എല്ലാവരും വന്നു. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാറില്ല. കാരണം കേരളത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്, ആ മതങ്ങൾക്ക് ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽപ്പെട്ട പലരും പറയുണ്ടായി ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിന് ഒരുമിച്ചിരിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇതിപ്പോൾ മുസ്ലിം ലീഗ് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ കഴിഞ്ഞു. ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് പരസ്പരം കൈ കൊടുക്കാനും പരസ്പരം കാണാനും ചിരിക്കാനും ഒക്കെ നല്ലൊരു അവസരം ഇവിടെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, മുസ്ലിം ലീഗ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പൊതുവായ രഞ്ജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എന്നൊരു വലിയ ആത്മവിശ്വാസം നമുക്കുണ്ട്. തീർച്ചയായും ആ ബാബരി മസ്ജിദ് വിഷയത്തിൽ ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് എടുത്തതും പാണക്കാട് തങ്ങളെടുത്ത നിലപാടുകളൊക്കെ വളരെ കേരളം വളരെ അഭിനന്ദിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഇത് പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ മറ്റൊരു സംഘടനയാണ്. അത് മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആക്ഷേപം ഉണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ അതിന് ഇതുവരെ മറുപടി പറയേണ്ടതല്ലേ? മുസ്ലിം ലീഗിനെ ആർക്കും ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഹൈജാക്കിന് നിന്ന് കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല ലീഗ്. ലീഗിൻ്റെ ഒരു ആദർശമുണ്ട്. അത് കായികമില്ലത്ത് കാണിച്ചു തന്ന ആദർശമാണ്. മഹാനായ ബാഫഗീതങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആദർശമാണ്. പുതിയ തലമുറയും എപ്പോഴും സ്നേഹത്തോടെ ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാനായ CH മുതുകയ സാഹിബ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ആദർശമാണ് മുസ്ലിം ലീഗ്. അതിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. മുസ്ലിം ലീഗ് ഒരിക്കലും എന്നും ഉയർത്തിപ്പിടിക്കുന്ന മതേതര താല്പര്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഫാസിസത്തിനെതിരെയാണ്, ഇന്ത്യ രാജ്യത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസം, അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അതിലേക്ക് മറ്റു പാർട്ടികളെ കൂടി ശക്തരാക്കുക, മറ്റു പാർട്ടികളെ കൂടി അതിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു അംശം നമുക്ക് പുറകോട്ട് പോകാൻ പറ്റിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പിന്നെ ഇപ്പോൾ എപ്പോഴും നല്ലത് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കുശുമ്പ് കാണുക എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മാധ്യമങ്ങളാണ് അതിനെ മുന്നിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും മുസ്ലിം ലീഗിന് ഒരു ഇടർച്ചയുമില്ല. മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. താങ്കൾ മറ്റ് പാർട്ടികൾ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പോലും മുസ്ലിം ലീഗിൻ്റെ നിലപാടിനോട് ഐക്യപ്പെട്ട കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു പൊതു ചിത്രം എടുത്തു കഴിഞ്ഞാൽ സംഘപരിവാറിനെതിരെ പല ഭാഗത്തു നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗും വളരെ ശക്തമായി തന്നെ മുൻനിരയിൽ നിൽക്കുന്നുണ്ട് സംഘപരിവാറിൻ്റെ ചില നയങ്ങളോട് സമീപനങ്ങളോട്. എന്നെങ്കിലും കേരളത്തിൽ സംഘപരിവാറിനെ ചെറുക്കാൻ CPM-ഉമായിട്ടൊക്കെ കൈകൊടുക്കുന്ന ഒരു കാലം വരുമോ? ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ല അത്. ഇവിടെ ഇപ്പോൾ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഏറ്റവും പ്രമുഖവും പ്രധാനവുമായിട്ടുള്ള ഒരു ലക്ഷ്യമായി കാണുന്നത് ഒരു മതേതര കേരളത്തെ തന്നെയാണ്, ജനാധിപത്യ മതേതര കേരളത്തെയാണ്. അതിലിപ്പോൾ ഞങ്ങൾക്ക് വളരെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കത് പലയിടത്തും ഞങ്ങൾക്കതിൽ വലിയ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ഇതായിരുന്നു, സംഘപരിവാർ ശക്തികൾക്കെതിരെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നുകൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ ശക്തമായ ഒരു പ്രതിരോധം അതിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയാണല്ലോ, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി വളരെ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അതിന് ഇന്ത്യ മുന്നണിക്ക് ശക്തമായൊരു പിന്തുണയും ശക്തിയും പിൻബലവും കൊടുക്കാൻ കേരളത്തിന്
ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഇന്നലെ തമിഴ്നാട്ടിൽ പോയിരുന്നു. കുംഭകോണത്ത് പോയി എന്ന് പറഞ്ഞു അല്ലേ? മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ അതിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. സ്റ്റാലിനെയൊക്കെ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ മതേതരവാദി എന്നുള്ള നിലക്കാണ്. സംഘപരിവാറിന് കേരളത്തിലേക്കും സംഘപരിവാർ പ്രസക്തിയിൽ പല സംസ്ഥാനങ്ങളിലും കടന്നു വന്നപ്പോഴും കേരളവും പിന്നെ തമിഴ്നാടുമാണ് അതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചത്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുന്നു, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും എതിർക്കുന്നു, അതിന് മുമ്പന്തിയിൽ നിൽക്കുന്നു ശ്രീ സ്റ്റാലിൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ കേരളത്തിൽ നിന്നൊരു രാഷ്ട്രീയ ശബ്ദം കൂടുതൽ ഉയർത്തി പറയേണ്ടതുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ CPM-നെ കുറിച്ച് പറഞ്ഞപ്പോഴേ ചില UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ, CPM-ന് ഇപ്പോഴൊരു മൃദു ഹിന്ദുത്വ സമീപനം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? അത് ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തോന്നും. ഇപ്പോൾ ആ നിലക്കാണ് ഇപ്പോൾ CPM-ൻ്റെ മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളിലൂടെ ഉയരുന്നത്. അത് തിരുത്തേണ്ടത് അവരാണ്. അവർക്ക് പറ്റിയ വീഴ്ച. അങ്ങനെ വീഴ്ച ഉണ്ടോ? അങ്ങനെ ഒരു താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു? അത് പറയാൻ കാരണം പല തരത്തിലുള്ള ഇലക്ഷൻ റിസൾട്ട്, പല മേഖലകളിലുള്ള ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോഴും ചിലയിടത്തൊക്കെ BJPക്ക് വോട്ട് വളരെ കുറയുന്നുണ്ട്. അവിടെ പിന്നെ മറ്റേ CPM-ന് വോട്ട് കൂടുന്നു. അതേ അവസരത്തിൽ BJPക്ക് ചിലയിടത്ത് വോട്ട് കൂടുന്നുണ്ട്, അവിടെ CPM-ന് വോട്ട് കുറയുന്നു. അപ്പോൾ ഇതൊക്കെ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നുക സ്വാഭാവികമാണ്. അതൊക്കെ തിരുത്തേണ്ടത് അവർ തന്നെയാണ്. ഞാനിത് പറയുന്നത് ഒരുപക്ഷെ താങ്കളുടെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഒരു പ്രയോഗമുണ്ട് രാഷ്ട്രീയത്തിൽ, കോലീബി സഖ്യം എന്ന് പറഞ്ഞു, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അങ്ങനെ ഒരു ആക്ഷേപം എവിടെയും കാണുന്നില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില അന്തർധാരകൾ, അല്ലെങ്കിൽ താങ്കൾ തന്നെ ഉപയോഗിച്ച വാക്കുകളാണ് അന്തർധാരകൾ. ആ അന്തർധാരയെക്കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ? ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്ക് കോലീബി സഖ്യമില്ല എന്ന് പറഞ്ഞല്ലോ, അതിന് വലിയ ആശ്വാസമാണ്. മുമ്പ് അതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നില്ല. അതില്ല എന്നുള്ളത് കൊണ്ടാണ്. മുമ്പ് അത് ഉണ്ടായിട്ടല്ല. മുമ്പ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് കുറേ കള്ളം ഒരുമിച്ച് പറഞ്ഞാൽ സത്യമായിട്ട് തോന്നുമല്ലോ എന്നുള്ള നിലക്കാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും കോലീബി സഖ്യം എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നില്ല. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. പിന്നെ ബാക്കിയുള്ള അന്തർധാരകളൊക്കെ പരസ്പരം എല്ലാവരും സൂക്ഷിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അന്തർധാരകൾ ഉണ്ടായാലേ അതിൻ്റെ അവസാന ഫലം BJP ശക്തി പ്രാപിക്കുന്നതായിരിക്കും. അത് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പാണക്കാട് തറവാടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഏത് നിർണായക യോഗം ചേർന്ന് കഴിഞ്ഞാലും അവസാനം ഒരു പത്രസമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അല്ലെങ്കിൽ ആരെങ്കിലും പറയും അന്തിമ തീരുമാനം തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന്. അപ്പോൾ തങ്ങൾ എന്ന ഹൈക്കമാൻഡ്, കോൺഗ്രസ്സിന് പണ്ടൊരു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു, ലീഗിനും ഒരു ഹൈക്കമാൻഡ് പാണക്കാട് തറവാടാണ്. ആ ഹൈക്കമാൻഡ് ഇപ്പോൾ താങ്കളാണ്. അതൊരു ജനാധിപത്യ പാർട്ടിയിൽ ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടോ? ഒരിക്കലുമില്ല. അത് ഏകാധിപത്യപരമായിട്ടുള്ളൊരു തീരുമാനമല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനം ഒരാൾ പറയുക എന്നുള്ളതാണ്. ഈ തീരുമാനം എന്നുള്ളത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള എടുക്കുന്ന തീരുമാനമല്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എൻ്റെ ജ്യേഷ്ഠൻ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയത്തങ്ങൾ, അവരൊക്കെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അഭിപ്രായം പറയുന്നതിന് മുമ്പ് എല്ലാവരുമായും കൂടിയാലോചന നടത്താറുണ്ട്. അതിപ്പോൾ മുസ്ലിം ലീഗുകാരോട് മാത്രമല്ല, ചിലപ്പോൾ സമുദായത്തിന് പുറത്തുള്ള ആളുകളുമായിട്ടും സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടിയാലോചന. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ആ കാലത്ത് എല്ലാവരും പറഞ്ഞു വന്ന് ലീഗ് മുന്നണി വിടണം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ബാബരി മസ്ജിദ് ആ സമയത്ത് കോൺഗ്രസുമായി വിട്ടുനിൽക്കണം. അന്ന് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം എല്ലാ സമുദായ നേതാക്കളുമായിട്ടും കൂടിയാലോചന നടത്തിയിരുന്നു. മത നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹം കൂടിയാലോചന നടത്തി. അപ്പോൾ അതിൽ നിന്നുള്ള തീരുമാനമാണ്. അപ്പോൾ പിന്നെ നമ്മൾ നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യ മര്യാദകൾ, ജനാധിപത്യ മതേതരത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിലനിർത്തുന്നത്. ഇപ്പോൾ ഈ ബാബരി മസ്ജിദ് തകർത്തത് ആരായിരുന്നു? സംഘപരിവാരത്തിൽ ഒരു ചെറിയ വിഭാഗമാണ്, കർസേവകർ എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമാണ് അത് തകർത്തത്. അത് മുഴുവൻ ഹിന്ദുക്കളുമല്ല. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു സമുദായം,
അതിനെ വിമർശിച്ചവരാണ്. ബാബരി മസ്ജിദ് തകർന്നതിനെ വിമർശിച്ചപ്പോൾ അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അദ്ദേഹം തന്നെ പറഞ്ഞു, അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയൊരു കടുത്ത വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. ഇപ്പം എന്നതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒറ്റയ്ക്കുള്ള അഭിപ്രായമല്ല, അതായിരുന്നു ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. അങ്ങനെ ഹിന്ദു സമുദായത്തെ ഒന്നടങ്ക് എതിർത്ത് ആ എതിർപ്പ് വാങ്ങുകയല്ലല്ലോ വേണ്ടത്, മറിച്ച് അവിടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ, രാജ്യസ്നേഹത്തെ അതിനൊക്കെ മുൻനിർത്തിയുള്ളൊരു തീരുമാനം എടുക്കണം എന്നാണ് അദ്ദേഹത്തിന് ഉപദേശം ലഭിച്ചത്. അതാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓരോ തീരുമാനത്തിന് പിന്നിലും കൂടിയാലോചനകളുണ്ട്. പിന്നെ അത് പ്രഖ്യാപിക്കുക പ്രസിഡൻറ്റിൻ്റെ ചുമതലയാണ്. അപ്പോൾ അത് പ്രസിഡൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കൽ ആരാണ്? രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റാണ് അധികാരമുള്ളത്. ആ രീതിയിൽ ഞാൻ കണ്ടാൽ മതി, ഒരു പ്രസിഡൻഷ്യൽ സംവിധാനം എന്ന രീതിയിൽ ഞാൻ കണ്ടാൽ മതി. ഓക്കെ, തങ്ങളുടെ ഒരു രാഷ്ട്രീയം, ആത്മീയ ജീവിതം എല്ലാം കൂടി ഒരു സംഗ്രഹിച്ചാണ് താങ്കൾ ഇത്രയും നേരം പറഞ്ഞത്. നമുക്ക് സദസ്സിന് ചിലപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഒരു ആത്മീയ നേതാവിനെ അതായത് യഥാർത്ഥത്തിൽ ആത്മീയമായി നയിക്കാൻ കഴിവുള്ള ഒരു ആത്മീയ നേതാവിനെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വപ്നം കാണുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ആത്മീയ നേതാവായതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്നാണോ പറയുന്നത്? അല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പം ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നമുക്കൊരു എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ ആത്മീയതയിലായിരുന്നാലും ലൗകികമായിട്ടായിരുന്നാലും നമുക്കൊരു എഫേർട്ട് എടുക്കണമല്ലോ. ഇതിൽ ആരാണ് കള്ളമടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ജനം കള്ളമടിച്ചിരിക്കുമല്ലേ? ചോദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങ് ആത്മീയ ആചാരനായിരിക്കുമ്പോൾ തന്നെ ശക്തനായ ഒരു സംഘടനാ നേതാവ് കൂടിയാണ്. അപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് എപ്പോഴെങ്കിലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നൊരു ചിന്ത തോന്നാറുണ്ടോ? സജീവ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. സജീവ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അധികാര രാഷ്ട്രീയം മാത്രമല്ല, പാർലമെന്ററി രാഷ്ട്രീയമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, പാർലമെന്ററി മോഹങ്ങൾ ഇല്ലെന്നാണ്. ഇല്ല, ഞങ്ങൾ പാർലമെന്ററി രാഷ്ട്രീയത്തെ സഹായിക്കും. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. അധികാര രാഷ്ട്രീയമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അധികാരം സുതാര്യമാക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ബാബരി മസ്ജിദ് തകർച്ചയുടെ കാലത്ത് സമാധാന നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അങ്ങയും അങ്ങയുടെ കുടുംബത്തിനൊക്കെ വലിയ ഭീഷണി നേരിട്ടിരുന്നുവെന്ന് നിങ്ങളുടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലീഗിന് പേരിൽ വർഗീയ രാഷ്ട്രീയം എന്ന ആരോപണം നേരിടുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ആ ഒരു ആരോപണത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം ആരോപണത്തെ ഞങ്ങളങ്ങനെ വിലമതിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അത്തരം ആരോപണം ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കാണാവുന്നതാണല്ലോ. ലീഗിൻ്റെ പ്രവർത്തനം ഒരു തുറന്ന പുസ്തകം പോലെയാണ്, ആർക്കും എപ്പോഴും പരിശോധിക്കാവുന്നതാണ്. ലീഗിൻ്റെ ചരിത്രവും ലീഗിൻ്റെ വർത്തമാന കാല പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ലീഗ് എപ്പോഴും മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു. വർഗീയതയെ ശക്തമായി എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എല്ലാ സമൂഹങ്ങളുടെയും അവകാശങ്ങളെ മനസ്സിലാക്കി അതിനുവേണ്ടി മുസ്ലിം ലീഗ് അധികാരത്തിരുന്ന കാലങ്ങളിൽ, മന്ത്രിമാരായിരുന്നിട്ട കാലങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് എല്ലാ സമൂഹത്തിനും, ഓരോ സമുദായത്തിൻ്റെയും അവകാശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൊരു പാരമ്പര്യമാണ്. അതിപ്പോൾ ഈയിടെ നമ്മുടെ BJPയുടെ ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ അവർ സാമുദായികമായിട്ടുള്ള സ്കൂളുകളുടെ കാര്യത്തിൽ, അതൊക്കെ തന്നെ അന്ന് CH മന്ത്രിയായിരുന്ന കാലത്ത് ഒരു തരത്തിലുള്ള ആലോചന അപ്പോൾ തന്നെ അത് ഒപ്പിട്ട് പാസ്സാക്കി കൊടുത്തിട്ടുള്ള ഒരു ചരിത്രം. അത് ഒറ്റപ്പെട്ട ചരിത്രമല്ല, ഇങ്ങനെ എല്ലാ സമൂഹങ്ങളുടെയും അവകാശങ്ങൾ. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അങ്ങാടിപ്പുറത്ത് ശിവക്ഷേത്രം, അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ അവിടുത്തെ ഗോപുരവാതിൽ ആരോ തീയിട്ട് അതൊരു വലിയ വിവാദമായി വളരുമായിരുന്ന ആ സന്ദർഭത്തിൽ ആ സമയത്ത് തന്നെ ശിഹാബ്ദങ്ങൾ അവിടെ ഓടിയെത്തുകയാണ്. ശിഹാബ്ദങ്ങൾ അവിടെ ഓടിയെത്തി, ക്ഷേത്രം ആരോയിൽ തന്നെ അവിടെ എത്തിയിട്ടില്ല.
എന്നാൽ അദ്ദേഹം അവിടെ വന്നു, അദ്ദേഹം അവിടെ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് സർക്കാർ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഇടപെട്ടു. അതിനു മുമ്പ് എൻ്റെ പിതാവ് പൂക്കോയത്തങ്ങളും ബാഫയ്ക്കിതങ്ങളും മുൻപും ഇതുപോലെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഓടിയെത്തി അതിനെ പരിഹരിക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഗോപുരവാതിൽ അതിനെ പുനർനിർമ്മിക്കുന്നതിനുള്ള സംഭാവന അത് ഞാനാണ് കൊണ്ടുപോയി കൊടുത്തത്. ശിഹാബ്ദങ്ങളുടെയൊക്കെ താല്പര്യപ്രകാരം ആ ഗോപുരവാതിൽ പുനർനിർമ്മിക്കാനുള്ള സംഭാവനയും മുസ്ലിം ലീഗ് ഞങ്ങളുടെ കുടുംബം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം എന്നുള്ളത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഇതാണ്, സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം. ഒരേ സമയം ഒരു മതത്തിൻ്റെ ആത്മീയ നേതാവായിരിക്കുകയും അതേസമയം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും തർക്കങ്ങളുടെ ഒക്കെ ഒരു ഇടം കൂടിയാണ്. അപ്പം ഇത് വ്യക്തിപരമായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ടോ? വ്യക്തി ജീവിതത്തിൽ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ടോ? നല്ല ചോദ്യമാണത്. നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയം എപ്പോഴും തർക്ക വിതർക്കങ്ങളുടെ ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഈ തർക്ക വിതർക്കങ്ങൾ തീർക്കാൻ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അതിന് വേണ്ടി വരിക. ഈ തർക്ക വിതർക്കങ്ങൾ തീർക്കാൻ നമ്മൾ ആരെയാണ് നമ്മൾ സമീപിക്കാറുള്ളത്? എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആളുകളെയാണ് സഹായിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയവും മതവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ തർക്ക വിതർക്കങ്ങളുള്ളവർ വന്ന് മതപരമായ കാര്യങ്ങളിൽ ഇടപഴകുന്ന ഞങ്ങളുമായി അത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിരിക്കും അവർക്ക് അതൊക്കെ സ്വീകാര്യമായി തോന്നും. അപ്പോൾ തർക്ക വിതർക്കങ്ങളെ തീർക്കാൻ ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ അത് സമൂഹം അത് അംഗീകരിക്കുന്നുണ്ട്, എല്ലാ വിഭാഗക്കാരും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും മതവും ഒരിക്കലും തന്നെ ഏറ്റുമുട്ടുന്നില്ല. അത് സമഞ്ജസമായ ഒരു പരിഹാര മാർഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ തങ്ങളുടെ കൂടെ എല്ലാം അടുത്ത് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് തങ്ങൾ രാഷ്ട്രീയ നേതൃത്വമായിട്ടാണ് ഇവിടെ കൂടുതലും ചർച്ച വന്നിട്ടുള്ളത്. പക്ഷേ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓട്ടം അല്ലെങ്കിൽ യാത്ര, വീടുകളും കുടുംബങ്ങളും എല്ലാവരും തങ്ങൾ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും ചിലപ്പോൾ തങ്ങൾ ഏതെങ്കിലും ആളുകളുടെ ആശീർവാദം, കല്യാണം, വീട്ടിൽ കൂടൽ, അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും തങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ജീവിതാനുഭവം തങ്ങളുടെ ജീവിതത്തിൽ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു ആശയങ്ങൾ എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഒരു തിരക്ക് പിടിച്ച പൊതുജീവിതത്തിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ചൊരു സാമൂഹിക ജീവിതം, വ്യത്യസ്തമായ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലാത്ത കുറേ അനുഭവങ്ങൾ തങ്ങൾ ഉണ്ടാകുന്നില്ലേ എന്നാണ്. അതൊരു പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ കാണുന്നൊരു ശീലമായി അത് കൊണ്ടായിരിക്കാം. എൻ്റെ വാപ്പാനെ ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നത് ആൾക്കൂട്ടത്തിനിടയിലെ ഒരു ബിന്ദു എന്നുള്ള നിലക്കാണ്. എൻ്റെ പിതാവ് ഒരു മട്ടവേഷമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും, ചുറ്റിലും ആൾക്കൂട്ടമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ സൈഡിലൂടെ വഴി ആൾക്കാരുടെ ഇടയിൽ കൂടെ പോകാൻ കഴിയില്ലല്ലോ, ആ സൈഡിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാപ്പാനെ കാണില്ല, വാപ്പാനെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെയാണ് കാണുക. അങ്ങനെ മദ്രസ പോയിട്ട് വന്നാൽ സ്കൂളിൽ പോകുന്ന നേരത്തും അങ്ങനെ തന്നെ ഉണ്ടാവുക. പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാലാണ് പിന്നെ വാപ്പ വീടിൻ്റെ അത്തലത്തിലേക്ക് വരും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ബാപ്പ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കും. ബാപ്പ പെട്ടെന്ന് എണീച്ചിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് അടുക്കളയിലൊക്കെ വന്ന് ആരോടും ഇങ്ങനെ ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, കുടുംബക്കാരൊക്കെ ഉണ്ടാവും, ഓരോടൊക്കെ ഓരോ തമാശയും പറഞ്ഞ് പിന്നെ അവർക്കൊക്കെ ഓരോ ബാപ്പാൻ്റെ കയ്യിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ എല്ലാവർക്കും കൊടുക്കും. ഇനിയിപ്പോൾ ആരും കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ബാപ്പ എന്ത് ചെയ്യുന്ന പറയാം, നമ്മൾ വീട്ടിൻ്റെ പിൻഭാഗത്ത് അത് നടുമുറ്റുണ്ടായിരുന്നു. ഈ നടുമുറ്റത്ത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബാപ്പ അങ്ങനെ വന്ന് നിൽക്കും. ഈ ആൾക്കാർ തിരക്കിൻ്റെ ഇടയിൽ കൂടിയാണ് വരിക. എന്നിട്ട് നമ്മളങ്ങനെ കുറേ നോക്കി നിന്നിട്ട് ഇങ്ങനെ വിളിക്കും ഓരോരുത്തർ വിളിച്ചിട്ട് നല്ല കളിയാണ് കേട്ടോ, നല്ലോണം കളിച്ചുകൊണ്ട് മറ്റേ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാപ്പ ഇങ്ങനെ പിന്നിൽ കയ്യിൽ ഒളിപ്പിച്ച് വെച്ച ഒരു സാധനം തരും. അത് ചിലപ്പോൾ നല്ല മുന്തിരിയാവും, ചിലപ്പോൾ നല്ല ആപ്പിളാവും, അല്ലെങ്കിൽ നല്ല മുട്ടായി ഉണ്ടാവും. എന്താ കയ്യിൽ കിട്ടി വെച്ചാൽ അതും കൊണ്ടാവും വരും. അപ്പോൾ ഇത് വരുന്നത് എന്തിനാ? മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ പിടിമുറുക്കത്തിൽ നിന്നും മനസ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അത് ശിഹാബ്ദങ്ങൾക്കും ആ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടെങ്കിലും എന്തെങ്കിലും ലോകം പറയാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ല തട്ടുകടയിലും പോയി ചായ കുടിച്ചിട്ടാണ് നമ്മൾ
അതിനെ പരിഹരിക്കാറുള്ളത് നിങ്ങളൊക്കെ പലപ്പോഴും ചായ കുടിക്കുന്നവരുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. വളരെ സജീവമായ ഒരു സെഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കളുടെ ജീവിതം, താങ്കളുടെ രാഷ്ട്രീയം, താങ്കളുടെ ആത്മീയ ജീവിതമൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം.